കരാർ സ്പോൺസറും AFAയും തമ്മിലാണ്. സർക്കാരിന് ഇതിലൊരു ബന്ധവുമില്ല. സർക്കാർ ഇതിനു വേണ്ടി ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുക അല്ലെങ്കിൽ പ്രേരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ ആരും കുറ്റം പറയേണ്ടതില്ല എന്ന നിലപാടിലേക്ക് പോയി കഴിഞ്ഞാൽ സത്യത്തിൽ അതിനെ അംഗീകരിക്കാൻ പറ്റുമോ? അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് റിപ്പോർട്ട് വായിക്കാൻ മനസ്സിലാവുക. കാരണം സർക്കാർ സംവിധാനങ്ങളുടെ ദുരുപയോഗം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. എവിടെയൊക്കെ ദുരുപയോഗം ഉണ്ടായിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഒരു കോളേജ് അധ്യാപിക ഇമെയിൽ തയ്യാറാക്കാൻ ഏൽപ്പിക്കേണ്ടി വന്നത് എന്ന് പോലും റിപ്പോർട്ടിലുണ്ട്. അതിൻ്റെ കാരണം സെക്രട്ടേറിയറ്റിലെ ഈ വകുപ്പുമായി ബന്ധപ്പെട്ട ജീവനക്കാർ ഈ പദ്ധതിയോട് സഹകരിച്ചില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതിൻ്റെ കാരണം അവർക്കറിയാവുന്നത് നിയമവിരുദ്ധമാണ്, ചട്ടലംഘനമാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവർ സഹകരിച്ചില്ല എന്നതിൽ പറയുന്നുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥരും ഇതിനോട് സഹകരിച്ചിട്ടില്ല. മന്ത്രിയുടെ ഓഫീസിൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പ്രത്യേക കുറിപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ് പോലും ഇറങ്ങിയതെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, സെക്രട്ടറി ജീവനക്കാർക്ക് അറിയാം ഇത് പണിയാവും, നാളെ തങ്ങൾക്കെതിരെ പണി വരും എന്നറിയാവുന്നതുകൊണ്ട് അവർ സഹകരിച്ചിട്ടില്ല. പക്ഷേ സർക്കാർ പരിപാടിയായിരുന്നു ഇത് എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. നമുക്ക് മെസ്സി വിടാം. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പും അതുപോലെ ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശിക്ഷ റൂത്ത്ലെസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാവുന്നതാണ് വനം വകുപ്പ്. ഇപ്പോൾ നമ്മളൊരു വനത്തിൽ കയറി ഒരു കമ്പ് വെട്ടി ജാമ്യം കിട്ടില്ല. ഒരു JCB പിടിച്ചു വെച്ചിട്ട് ഒരാൾ ആത്മഹത്യയുടെ ഒക്കെ എത്തിയൊരു സംഭവം അറിയാലോ വനം വകുപ്പ്. മാനിറച്ചി ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഒരു ആദിവാസി ഭവനെ വേട്ടയാടിയ ഒരു വകുപ്പാണ് വനം വകുപ്പ്. ഏറ്റവും റൂത്ത്ലെസ് ആയിട്ടുള്ള, ഒട്ടും ദയയില്ലാത്തൊരു വകുപ്പാണ്. അതിൻ്റെ നിയമങ്ങൾ പോലും അത്രയും കർശനമാണ്. അങ്ങനെ ഒരു വനം വകുപ്പ് കേസിൽ ഉൾപ്പെട്ട ഒരു പ്രതി അയാൾ ജാമ്യത്തിൽ ഇറങ്ങി ഒരു ചാനൽ തുടങ്ങുമ്പോഴേക്കും ഞാൻ മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി, ഞാൻ സർക്കാർ വിടുകയാണ്, CPM പോലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ആ സ്പോൺസറുമായി സഹകരിക്കാൻ തോന്നുന്നത് എങ്ങനെയാണ്? ഇനി സർക്കാരിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ സർക്കാരാണ് ആ കേസ് നടത്തുന്നത്. വനംവകുപ്പിൻ്റെ കേസും പോലീസ് കേസും നടത്തുന്നത് സർക്കാരാണ്. സർക്കാർ പ്രോസിക്യൂഷനാണ്. അവിടെ ആ കേസിലെ പ്രതിയായിട്ടുള്ള ഒരാൾ പറയുകയാണ് നമുക്കെന്നാ മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ എന്നാൽ ശരി ആയിക്കോട്ടെ സ്പോൺസറെ എന്നെങ്ങനെയാണ് പറയാൻ കഴിയുക? പക്ഷേ ആ 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഈ കേസിൽ തെറ്റുകാരനല്ല എന്ന് സർക്കാരിന് അറിയാമെന്ന്. ആ കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ട്. കേസിന്റെ ഗതി എന്താവും? എങ്ങനെയാണ് ഒരു പ്രതിക്ക് സർക്കാരിനെ പറ്റി ഒരു ഓൺ ഗോയിങ് കേസിനെ പറ്റി അങ്ങനെ പറയാൻ കഴിയുക? അങ്ങനെ കമന്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? അത് ജാമ്യവ്യവസ്ഥയുടെ തന്നെ ലംഘനമല്ലേ? ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ വളരെ ദുരൂഹമായൊരു കേസാണ്. അതിൻ്റെ ഒരു കാരണം ഈ റിപ്പോർട്ടിൽ വ്യംഗ്യമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊജക്റ്റിൻ്റെ മൊത്തം ചെലവ് പ്രതീക്ഷിക്കുന്നത് 210 കോടി രൂപയാണ്, ആൻറ്റിസിപ്പേറ്റഡ് എക്സ്പെൻഡിച്ചർ. ഇതിൽ നിന്ന് അവർ ടിക്കറ്റ് വരുമാനം, സ്പോൺസർഷിപ്പ്, മറ്റ് കമേഴ്ഷ്യൽ എല്ലാം ഉൾപ്പെടെ അവർക്ക് ലഭിക്കാൻ പോകുന്ന വരുമാനം 82 കോടിയാണ്. അവിടുത്തെ ഫിനാൻഷ്യൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 128 കോടി രൂപ നഷ്ടത്തിൽ. നമ്മൾ ഓർക്കണം, ഇദ്ദേഹം പലപ്പോഴും വാർത്താ സമ്മേളനത്തിൽ സ്പോൺസർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 123 കോടിയുണ്ട്. അത് നഷ്ടമാണ് പറയുന്നത്. ഇതിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ 210, വരുമാനം 82, 128 കോടി രൂപ നഷ്ടത്തിലോടുന്ന ഒരു പ്രൊജക്റ്റിൽ അതിലെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ ഫീ മാത്രം, മാച്ച് ഫീ മാത്രം 198 കോടി രൂപയാണ്. അപ്പോൾ 128 കോടി രൂപ നഷ്ടം സഹിച്ചുകൊണ്ട് ഈ പ്രൊജക്റ്റ് നടത്തണമെങ്കിൽ ഇത് ഉറപ്പായിട്ടും എന്തായിരിക്കും? മണി ലോണ്ടറിങ് ആയിരിക്കും. 128 രൂപ എങ്ങനെയാണ് നഷ്ടം എത്തി പരിപാടികൾ? അതുകൊണ്ട് അയാൾക്ക് എന്താ ലാഭം? എന്താണ് അതുകൊണ്ട് ഉണ്ടാകുന്ന നേട്ടം? മെസ്സിയെ കൊണ്ടുവന്നു എന്നതുകൊണ്ട് അവരുടെ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ വ്യക്തിപരമായവർക്കോ എന്ത് ധനലാഭമാണ് ഉണ്ടാകുന്നത്? ആ 128 കോടി രൂപ നഷ്ടം സഹിച്ചുകൊണ്ടെന്നാണ്. ഈ നഷ്ടം സഹിക്കുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും മണി ലോണ്ടറിങ് ആണ്. ആ രീതിയിലുള്ള അന്വേഷണമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം ഇവർ പണം അയച്ചു എന്ന് പറയുന്ന അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ പൈസ വാങ്ങാൻ ഏൽപ്പിച്ച ഏജൻസി, ആ പൈസ വാങ്ങാൻ ഏൽപ്പിച്ച ഏജൻസി മണി ലോണ്ടറിങ് കേസിൽ FBI അന്വേഷണം നേരിടുകയാണ് അമേരിക്കയിൽ. ആ അന്വേഷണം അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനെതിരെയുണ്ട്. കാരണം 2021 വരെ AFA നേരിട്ടാണ് പണം സ്വീകരിച്ചിരുന്നെങ്കിൽ 2021 ശേഷം ഖത്തർ വേൾഡ് കപ്പിനോട് തൊട്ടു മുമ്പാണ് അവരത് ഏജൻസി ഏൽപ്പിച്ചത്. ആ ഏജൻസി പണം സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ 100 കോടി കൊടുത്താൽ അതിൽ 30 കോടി അവരെടുക്കും, ബാക്കി 70 കോടി AFAക്ക് കൊടുക്കുന്നുള്ളൂ. 30% കമ്മീഷനാണ്. എന്നിട്ട് ഈ പണം തന്നെ അവർക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്, ആ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളുടെ പേരിലുള്ള ഷെൽ കമ്പനികളുടെ പേരിലേക്കാണ് നിക്ഷേപിക്കുന്നതെന്നാണ് FBI കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, ഈ കൊടുത്ത പണം ഇവർക്ക് തിരിച്ചു കിട്ടിയെന്നാണ് പറയുന്നത്. എത്ര പണം തിരിച്ചു കിട്ടി? ഞാൻ പറയുന്നത് ഇതൊരു പ്ലാൻ എയും പ്ലാൻ ബിയും ഉണ്ട്. ഇനി മെസ്സി വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. മെസ്സി വന്നു എന്നിരുന്നാൽ പോലും അവിടെ മണി ലോണ്ടറിങ് നടക്കും, വന്നില്ലെങ്കിലും നടക്കും. മെസ്സി എങ്ങനെ വന്നില്ലെങ്കിൽ മണി ലോണ്ടറിങ് നടക്കുന്നത് എങ്ങനെയാണ്? അതാണ് എത്ര തുക തിരിച്ചു കിട്ടി എന്ന ചോദ്യത്തിലുള്ളത്. അപ്പോൾ പ്ലാൻ എ നടപ്പായാലും പ്ലാൻ ബി നടപ്പായാലും അവിടെ മണി ലോണ്ടറിങ് ആണ് ലക്ഷ്യം. അതാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കുക, സംസ്ഥാന സർക്കാർ കൂട്ടുന്നത് മണി ലോണ്ടറിങ്ങിനാണ്. അത് ആരുടെ മണി ലോണ്ടറിങ്? വനം വകുപ്പ് കേസിൽ പ്രതിയായി ജയിലിൽ കിടന്ന ഒരാളുടെ മണി ലോണ്ടറിങ് കേസിലാണ്. അവിടെ ആ അന്വേഷണം വേണമെന്നാണ് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത്. മണി ലോണ്ടറിങ് സംശയിക്കുന്നതാണ് ആവശ്യപ്പെടുന്നത്. ഇത്രയും ഗൗരവമുള്ള ഗുരുതരമായ ഒരു ആരോപണമാണിത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച പോലെ അതിന് കേന്ദ്ര ഏജൻസി ED ഒന്നും പറഞ്ഞിറങ്ങാൻ പോകുന്നില്ല.
കാരണം മൂട്ടിൽ മരം മുറി കേസിൽ ഇ ഡി അന്വേഷണം തുടങ്ങിയതാണ്. പിന്നെ ആ കേസ് അവിടെ പോയി എന്നറിയില്ല. അതുകൊണ്ട് ഈ പണത്തിൻ്റെ സ്രോതസ്സുകൾ ദുരൂഹമാണ്. ആ സ്രോതസ്സുകൾക്ക് പൊളിറ്റിക്കൽ പാറ്റേണേജ് ഉണ്ട്. അതുകൊണ്ടാണ് ഇ ഡി വരാത്തത്. അല്ലെങ്കിൽ ഇത്തരം ഒരു വാർത്ത വന്നാൽ മതി, അപ്പോഴത്തെ SFI വരും, ഇ ഡി വരും, എന്തെല്ലാം ബഹളമായിരുന്നു ഇവിടെ. ആർക്കും ഒരു പ്രശ്നമില്ല. രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പം ഉണ്ടാട്ടില്ലല്ലോ. അല്ല, എന്ത് പറഞ്ഞു അതിന്റെ പണത്തിന്റെ സ്പോൺസറുടെ പണത്തിന്റെ സോഴ്സ് അന്വേഷിക്കണമെന്ന് പറയാണ് പാവം. പക്ഷേ പാവത്തിന് മീഡിയ കൊണ്ടുവരാൻ കഴിയില്ല, പറ്റില്ല. അമിത്ഷായെ പോയി കാണാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഇവിടെ ഇനിയിപ്പോൾ പരമാവധി ചെയ്യാൻ പറ്റിയ ഈ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ആർക്കെങ്കിലും കോടതി പോകാം, അന്വേഷണം ആവശ്യപ്പെട്ട് കോടതി പോകാം. കോടതി ഇ ഡിയെ വിളിച്ചു വരുത്തി ചോദിക്കും. ഇ ഡി പറയും അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല, കൊടകര പോലെ വലിയ പ്രശ്നമില്ലാത്ത പണമാണെന്ന് പറയും. ആ പരിപാടി തീരും. പക്ഷേ അവിടെ കൊണ്ടും തീരുന്നില്ല. എങ്ങനെയാണ് ഒരു ഷെയ്ഡി ക്യാരക്ടർ, അതായത് 10 വർഷം മുമ്പ് മാംഗോ ഫോൺ തട്ടിപ്പ് കേസിൽ പ്രതിയായ ആൾ, അതിനു മുമ്പ് ബാങ്ക് ഫ്രോഡ് കേസിൽ പ്രതിയായ ആൾ ഒരു പെട്ടെന്ന് സമ്പന്നനായി കോടീശ്വരനായി അവതരിപ്പിക്കുകയും ഒരു ചാനൽ വിലയ്ക്ക് വാങ്ങുകയും ആ ചാനൽ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഇപ്പോൾ ഈ മെസ്സി പോലുള്ള ഒരു പ്രൊജക്ട് ഉണ്ടാക്കുകയും മണി ലോണ്ടറിങ്ങിന് ശ്രമിക്കുകയും ചെയ്തെന്നുള്ളത് വളരെ വളരെ ദുരൂഹമാണ്. പക്ഷേ കോൺഗ്രസ് സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ച് അന്വേഷിച്ചാൽ കഴിഞ്ഞ സർക്കാരും മറുപടി പറയേണ്ടി വരും, ഈ സ്പോൺസറും മറുപടി പറയേണ്ടി വരും. നടക്കുമോ? നോക്കാം.